നമ്മൾ ഒരു ടാബ്ലറ്റ് വാങ്ങുകയാണെങ്കിൽ ചില സ്ഥലത്ത് 8 രൂപ 9 രൂപ ഉള്ളത്, ചില സ്ഥലത്ത് 70, 80, 90 രൂപ വരുന്നുണ്ട്. ഇവിടെ വളരെ വില കുറച്ച് കിട്ടുന്ന മരുന്ന് കിട്ടുന്നു എന്ന് പറയുന്ന സ്ഥാപനങ്ങളൊക്കെ അധികാരികൾ റെയ്ഡ് ചെയ്യണം. അവിടെയൊക്കെ എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് പരിശോധിക്കണം. നമസ്കാരം. നമ്മളൊക്കെ രോഗം ഭേദമാകുമെന്ന് 100% വിശ്വസിച്ചാണ് ആശുപത്രിയിൽ പോകുന്നതും ഡോക്ടർമാരെ കാണുന്നതും അവർ കുറിപ്പടി എഴുത്തിരുന്ന പ്രകാരം മരുന്നുകൾ വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഈ വാങ്ങി കഴിക്കുന്ന മരുന്നുകൾ തന്നെ വ്യാജമാണെങ്കിലോ? കോഴിക്കോട് ജില്ലയിൽ അത്തരത്തിൽ വ്യാജ മരുന്നുകൾക്കെതിരായിട്ടുള്ള കേസുകൾ അടക്കം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരാവകാശ രേഖ പ്രകാരം ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജ മരുന്നുകൾ പോലും രംഗത്തിറങ്ങുന്നത്? ആരാണ് ഇതിന്റെയൊക്കെ പിറകിൽ? ഇപ്പോൾ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കിലാണിക്ക ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അടക്കം കോഴിക്കോട് നഗരത്തിൽ തന്നെ വ്യാജ മരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവരമാണ് വിവരാവകാശ രേഖ പ്രകാരം ലഭിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരു ടാബ്ലറ്റ് വാങ്ങുകയാണെങ്കിൽ ചില സ്ഥലത്ത് 8 രൂപ 9 രൂപ ഉള്ളത്, ചില സ്ഥലത്ത് 70, 80, 90 രൂപ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പല എക്യുപ്മെന്റ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ 6000 വരുന്നിടത്ത് ചിലടത്ത് 12,000 വരുന്നുണ്ട്, ചിലടത്ത് 8,000 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ വ്യാജമായിട്ട് കുടിൽ വ്യവസായം പോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാക്കിയിട്ട് ഇവിടെ എത്തിച്ച് ഇവിടെ പിന്നെ വില കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാവും. അപ്പം നമ്മളത് കുടിച്ചാൽ നമുക്ക് അല്ല നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് പാർശ്വഫലങ്ങളും വേറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് അതിനെപ്പറ്റി അവർക്ക് ഒരു പ്രശ്നമേ അല്ല. അവർക്ക് പണം ഉണ്ടാക്കണം. ഞാൻ പറയുന്നു, ഇവിടെ വളരെ വില കുറച്ച് കിട്ടുന്ന മരുന്ന് കിട്ടുന്നു എന്ന് പറയുന്ന സ്ഥാപനങ്ങളൊക്കെ അധികാരികൾ റെയ്ഡ് ചെയ്യണം. അവിടെയൊക്കെ എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് പരിശോധിക്കണം. നിയമപ്രകാരമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ നടക്കട്ടെ, അതിന് ഞാൻ എതിരല്ല. പക്ഷെ എൻ്റെ ഒരു അന്വേഷണത്തിൽ ചിലതിലൊക്കെ വളരെ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും ഡ്രഗ് കൺട്രോളർക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തതും അതേപോലെ തന്നെ വിവരാവകാശം കൊടുത്തതും. അതിൽ എന്തായാലും അവരും ഈ മരുന്ന് കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഏത് കമ്പനിക്കെതിരെയാണ് കേസ് എന്ന് അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ഏത് മരുന്നാണ് പിടിച്ചെടുത്തെന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അപ്പൊ നമുക്കറിയാലോ, നമ്മളെ നാട്ടിൽ കേസെടുത്താൽ അറിയാത്ത സംഭവങ്ങളൊന്നുമില്ലല്ലോ. എല്ലാവരും എല്ലാം അറിയുന്നുണ്ട്. തുറന്ന പുസ്തകം പോലല്ലേ. ഒരു കേസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയും. പക്ഷെ ഇവർ എന്തുകൊണ്ട് ഇതൊക്കെ മൂടി വെക്കുന്നു? അന്വേഷണത്തിനെ തടസ്സപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ വേറെ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഒന്നല്ല ഞാൻ ചോദിച്ചത് തികച്ചും ന്യായമായി സമൂഹം അറിയേണ്ട ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഏത് കമ്പനിക്കെതിരെയാണ് നിങ്ങൾ കേസെടുത്തത്? എന്താണ് കേസിലെ വകുപ്പുകൾ? എന്താണ് അവസ്ഥകൾ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി തരാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവരും ചില ആളുകൾ ഇവരെ കൂടെ കൂടുന്നു എന്നുള്ള സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരെയും ഉടമകളെയും നമ്മൾ സമീപിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവര് ഈ വ്യാജമായിട്ടുള്ള മരുന്നുകൾ ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവരം പുറത്ത് പറയാൻ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വന്നെന്ന് പറയാൻ അവർ ആരോഗ്യം ഭയക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതിന് പിറകിൽ ഒരു വലിയ മാഫിയ ഉണ്ടെന്ന് കരുതും. തീർച്ചയായിട്ടും ഉണ്ടാകാം. എൻ്റെ സുഹൃത്തുക്കളും പിന്നെ അതേ മരുന്ന് ഷോപ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്നോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടോ അവർ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഭീഷണികളോ പേടിയോ കൊണ്ടായിരിക്കാം അവർ ആരും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള സത്യമാണ്. അപ്പൊ ഇത് നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനത്തിൽ വലിയ പോരായ്മ ചൂണ്ടിക്കാണിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഈ വിഭാഗങ്ങൾ കർശനമായ നടപടിയെടുക്കണം. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ ആവശ്യമാണ്.